ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സ്നാക്ക് മാത്രമായിട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ മെലിഞ്ഞിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. അപ്പോൾ നേന്ത്രപ്പഴം അല്ലാത്ത ഏത് പഴവും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പഴം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ആ പഴം നന്നായിട്ട് തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് പഴവും ഓട്സും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാലും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് നമ്മുടെ പഴത്തിൻ്റെ വെള്ളത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പഴം ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാല് വേണ്ടി വരില്ല. പിന്നെ ഇതിലിപ്പോൾ കുറച്ച് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവ് നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് പാൽ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഈ പഴം കുറച്ച് വെള്ളം കുറവുള്ളൊരു പഴമായിരുന്നു കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ടൈറ്റിനനുസരിച്ചിട്ട് പാൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് പാലും പഴവും ഓട്സൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 15 മിനിറ്റായി. അപ്പോഴേക്കും ഒന്നും കൂടെ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ ഓട്സ് വലിച്ചെടുത്തിട്ട് ഓട്സ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്കിൽ പഴത്തിൻ്റെ മധുരം തന്നെ ഉള്ളൂ കേട്ടോ. വേറെ നമ്മൾ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല ടൈറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പാല് നമ്മുടെ ഇതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഒരുപാട് ലൂസാവും വേണ്ട, എന്നാൽ കുറച്ചൊരു ടൈറ്റും വേണം. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി ഇടാനുള്ള ആ ഒരു പാകത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ഹെൽത്തി ആയിട്ട് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നെയ്യിൽ ആക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാനൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരട്ടെ. ഒരുപാട് ചൂട് ആവരുത് കേട്ടോ. ചൂട് ഓവറായി കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റില്ല. ഒരു മീഡിയം ചൂടിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇതുപോലെ നമുക്ക് ഓരോ സ്പൂണ് മാവ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് തിക്കായിട്ട് വേണ്ട കേട്ടോ, എന്നാൽ ഒരുപാട് തിന്നായിട്ടും വേണ്ട. ഇങ്ങനെ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. പിന്നെ ചൂട് കൂടാതെ നോക്കണം കേട്ടോ. ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൽ 3 എണ്ണം പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ റെഡിയായി വന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഈ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്ത് വേണമെങ്കിൽ നെയ്യൊക്കെ ആക്കിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.
അപ്പോൾ അതാ ബാക്കിയുള്ള മാവും കൂടെ ഞാനിതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരമുള്ള പഴമായതുകൊണ്ട് അത്യാവശ്യം നമുക്കൊക്കെ വലിയവർക്കൊക്കെ കഴിക്കാൻ വേണ്ട മധുരമുണ്ട് കേട്ടോ ഈ ഒരു സ്നാക്കിൽ. കുട്ടികൾക്കും കഴിക്കാനുള്ള മധുരമുണ്ട്. പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് ഇതുപോലെ നമ്മൾ പാൻ കേക്കിലൊക്കെ തേനൊക്കെ ഒഴിച്ചിട്ട് കൊടുക്കില്ലേ കുട്ടികൾക്കൊക്കെ, അതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.